സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കനും ഈന്തും കൊണ്ടുണ്ടാക്കിയെടുത്തൊരു പിടിയാണ്. ഈ പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇനി പിടി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 സബോള കട്ട് ചെയ്തതാണ്. ഇനി ഈ സബോള ഒന്ന് വഴന്ന് കിട്ടാനായി ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ചെറിയ തക്കാളി മുറിച്ചെടുത്തത്, 4 പച്ചമുളക്, 1 തണ്ട് കരിവേപ്പില. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ വറുത്ത മസാലപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി ഇതിൻ്റെ പച്ച ചുവ മാറിയതിന് ശേഷം 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ആദ്യം തന്നെ ഞാൻ തേങ്ങ കാണിച്ചിരുന്നല്ലോ, 1 തേങ്ങയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 6 ചുവന്നുള്ളിയും 1 ടേബിൾ സ്പൂൺ ജീരകവും കരിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഇതിലേക്ക് വറുത്തെടുക്കേണ്ടതാണ്. ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. അവിടെ സിമ്മിലിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു കടായി വെച്ച് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2.5 കപ്പ് ഈന്തിൻ്റെ പൊടിയാണ് ഇട്ടുള്ളത്. ഈ പൊടി നമുക്ക് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഈന്തിൻ്റെ പൊടിയും വാട്ടിയെടുക്കാം. ഇത് എനിക്ക് ആങ്ങളുടെ മരുമകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കിട്ടിയതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കൊണ്ട് ഞാൻ ബീഫ് കൊണ്ട് ഒരു പിടി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കാം. വളരെ അപൂർവമായി കിട്ടുന്നതാണല്ലോ ഈ ഈന്തും പൊടി. കാരണം നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ ഷോപ്പുകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടുമില്ല. ഇതിപ്പോൾ ഈ കുട്ടി എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ കൊണ്ടുവന്ന് തന്നത് കാരണം നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണല്ലോ ഈ ഈന്ത് കൊണ്ട് എന്തുണ്ടാക്കിയാലും. അപ്പം നിങ്ങൾക്കൊക്കെ കിട്ടാറുണ്ടോ? കമൻറ്റിൽ അറിയിക്കുക. പൊടി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പൊടി മാറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ചൂട് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് കൈവച്ചൊന്ന് ഇതുപോലെ നീട്ടിയെടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇപ്പോൾ സ്റ്റീമറിൽ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഇതിനു മുമ്പ് കണ്ടതാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഓരോ ഉരുളകളും കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈമാവും. ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി പിടി ഉണ്ടാക്കാൻ ആർക്കും മടി വേണ്ട. എല്ലാവരും പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ളും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടി ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രസ്റ്റ് പീസാണല്ലോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ പിടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ പിടിയും മസാല എല്ലാം കൂടി നല്ലതുപോലെ സെറ്റായി കിട്ടുകയുള്ളൂ. പിന്നെ ഞാനിത് പെട്ടെന്നല്ല കേട്ടോ തുറക്കണത്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ്. വീഡിയോയിൽ വേഗം കാണിച്ചതേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഒഴിച്ച് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈന്ത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല കേട്ടോ, കാരണം അത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. പക്ഷെ പൊടി കൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഈ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. ഞങ്ങളെപ്പോഴും പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയിലേക്കൊക്കെ താളിക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി മൂപ്പിച്ച്
കരിവേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. ഇപ്പോൾ നമുക്ക് വിളമ്പുന്ന സമയത്ത് തോന്നും നല്ലതുപോലെ ലൂസാണെന്ന്. പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയമായപ്പോഴേക്കും നല്ലതുപോലെ കട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചൂടോടെ വിളമ്പുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലൂസായിട്ട് തോന്നുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തുംപിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഈന്തുംപിടി കഴിക്കാൻ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.